രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് വ്യാഴാഴ്ച രാവിലെ ഇരുവഴിഞ്ഞി ചാലിപ്പുഴകളിൽ അരങ്ങുണരും. കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് എന്നിവരുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കാനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെ സംഘടിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് എന്ന കായിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുക എന്നതാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ പ്രധാന ഇവന്റുകളിലൊന്നായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12ാമത് എഡിഷൻ 2026 ജൂലൈ 30, 31 ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വൈറ്റ് വാട്ടർ കയാക്കിംഗ് താരങ്ങൾ, സാഹസിക കായിക പ്രേമികൾ, ടൂറിസം പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ മേള കേരളത്തിന്റെ അഡ്വഞ്ചർ ടൂറിസം സാധ്യതകളെ ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതോടൊപ്പം സംസ്ഥാനത്തിന്റെ ടൂറിസം ബ്രാൻഡിങ്ങിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ പിന്തുണ നൽകുന്ന ഒരു പ്രധാന അന്തർദേശീയ ഇവന്റായി മാറിയിരിക്കുകയാണ്. ഇത്തവണ ഇന്ത്യ ഉൾപ്പെടെ ന്യൂസിലാൻഡ്, ഇറ്റലി, റഷ്യ, മലേഷ്യ, നേപ്പാൾ, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങി 6ൽ പരം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും 100ലധികം ദേശീയ കയാക്കർമാരെയും ഈ മേളയിൽ മാറ്റുരക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ, ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ടൂറിസം ക്ലബ് വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ അണിനിരക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര കോടഞ്ചേരിയിൽ നിന്ന് ആരംഭിക്കും. കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദീഖ്, തിരുവമ്പാടി MLA CK കാസിമിന്റെ സാന്നിധ്യത്തിൽ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ജൂലൈ 31 വെള്ളിയാഴ്ച രാവിലെ 9-ന് നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന കർമ്മം തിരുവമ്പാടി MLA CK കാസിം നിർവഹിക്കും. വൈകുന്നേരം 5 മണിക്ക് പുലിക്കയത്ത് പ്രശസ്ത ഗായകൻ റോക്ക് സ്റ്റാർ കൗശിക് ആൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് അരങ്ങേറും. ഓഗസ്റ്റ് 1 ശനിയാഴ്ച രാവിലെ പുലിക്കയത്ത് ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കാനോയിങ് അസോസിയേഷന്റെ സഹകരണത്തോടെ ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങൾ നടക്കും. വൈകുന്നേരം 5 മണിക്ക് സാംസ്കാരിക സമ്മേളനം തിരുവമ്പാടി MLA CK കാസിമിന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുഖ്യാതിഥിയായി വയനാട് MP പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. ഓഗസ്റ്റ് 2 ഞായറാഴ്ച പുല്ലൂരാമ്പാറയിൽ നടക്കുന്ന ഡൗൺ റിവർ ഫൈനൽ മത്സരങ്ങളുടെ ഉദ്ഘാടന കർമ്മം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട തിരുവമ്പാടി MLA CK കാസിം അധ്യക്ഷത വഹിക്കും. ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്യും. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാനായി MLA CK കാസിം, കോഴിക്കോട് കളക്ടർ MS മാധവിക്കുട്ടി എന്നിവർ പുലിക്കയം സന്ദർശിച്ചു. ഈ വർഷത്തെ 12th എഡിഷൻ മലബാർ റിവർ ഫെസ്റ്റിവൽ ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വലിയ മുന്നൊരുക്കത്തോടു കൂടിയാണ് നടക്കുന്നത്. പ്രീ ഇവന്റുകൾ തന്നെ 24 ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു വിവിധ പഞ്ചായത്തുകളിലായിട്ട്. അതോടൊപ്പം തന്നെ ഈ വരുന്ന 30, 31, 1, 2 തീയതികളിൽ നടക്കുന്ന ഇപ്രാവശ്യത്തെ ഈ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന്റെ ഇവന്റിൽ നമ്മുടെ ഏഷ്യയിലെ വൈറ്റ് വാട്ടർ കയാക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിൽ നിന്ന് പോകേണ്ട ടീമുകളുടെ റാങ്കിങ് കൂടി നടക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ മത്സരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ കയാക്കേഴ്സ് എത്തിയിട്ടുണ്ട്. അവരുടെ പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയും വെള്ളമൊക്കെ തന്നെ അനുകൂലമാണ് എന്നുള്ളത് മറ്റൊരു അനുകൂല ഘടകമായി നിൽക്കുകയാണ്. ഏതായാലും ഈ വരുന്ന 4 ദിവസം എല്ലാ അർത്ഥത്തിലും മുന്നൊരുക്കവും നടത്തി ഞങ്ങൾ ഈ ഈവന്റിനെ വലിയ ഒരു ഘോഷയാത്രയോടുകൂടി തുടക്കം കുറിക്കും നാളെ. അത് കഴിഞ്ഞ് 4 ദിവസം ഇത് വലിയ മേളയായിട്ട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ മുതൽ ഇവിടെ ഒരു വലിയൊരു ഉത്സവം നടക്കണം. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ തരത്തിലൊക്കെ എത്തിയിട്ടുണ്ട്?
നമ്മൾ പല കമ്മിറ്റികളായിട്ട് രൂപീകരിച്ചുകൊണ്ടാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഓരോ കമ്മിറ്റി കൺവീനേഴ്സിനെയും ചെയർപേഴ്സൺസിനെയും നമ്മൾ എൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും സേഫ്റ്റി മുതൽ വോളണ്ടിയേഴ്സിനുള്ള ഫുഡ്, വോളണ്ടിയേഴ്സും അതും എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്തരം കമ്മിറ്റികളിലൂടെയാണ്. അപ്പം അറേഞ്ച്മെന്റ്സ് എല്ലാം ഇൻ പ്ലേസ് ആണ്. നമുക്ക് ഇനിയുള്ളൊരു 4 ദിവസം നല്ല ആഘോഷപൂർവ്വം തന്നെ പ്രോഗ്രാം കൊണ്ടുപോകാന്നുള്ളതാണ് വിശ്വാസം. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചേർന്ന അവലോകന യോഗവും പുലിക്കയത്തെ മത്സരവേദികളും സന്ദർശിച്ചു. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.